ഹലോ നമസ്കാരം, എല്ലാവർക്കും വെന്യൂർ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് പന്തളത്തെ കൊരമ്പാലയുള്ള ഏദൻ ഗാർഡൻ എന്ന് പറയുന്ന കൺവെൻഷൻ സെൻ്ററിലാണ്. അറൗണ്ട് ഒരു 2-3 മാസമേ ഉള്ളൂ ഏദൻ ഗാർഡൻ ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ട്. അത്യാവശ്യം നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു യൂറോപ്യൻ സ്റ്റൈലിൽ പണിഞ്ഞേക്കുന്ന ഒരു ഹാളാണ്. ഒരു 1500 സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് ഇവിടെ. 3 ഹാളായിട്ടാണുള്ളത്. ഒരു മെയിൻ ഹാളും അതിൻ്റെ താഴെ ഒരു ചെറിയ ഹാള്, പിന്നെ ഒരു 100 പേർക്ക് പറ്റുന്ന രീതിയിലുള്ള ചെറിയൊരു ബോർഡ് റൂം എന്നുള്ള രീതിയിൽ. അപ്പം ഇതിൻ്റെ ഔട്ടർ ഏരിയ ആണെന്നുണ്ടെങ്കിലും അകത്തോട്ട് നോക്കിക്കഴിഞ്ഞാലും ഒരു ഹോട്ടൽ, ഒരു റിസോർട്ട് പോലെ, ഒരു ഹോട്ടൽ പോലെ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു കൺവെൻഷൻ സെൻ്ററാണിത്. അപ്പോൾ നമുക്കിവിടെ ഒരു ഡെക്കോർ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. ഇവിടാണ് നമ്മുടെ എൻട്രൻസ് വരുന്നത്. ഇവിടെ ഈ ഒരു സ്റ്റെപ്പിൻ്റെ താഴെയായിട്ടോ അല്ലെങ്കിൽ ഗ്ലാസ് ഡോറിൻ്റെ ഫ്രണ്ടിലുമായിട്ടായിരിക്കും നമുക്ക് എൻട്രൻസിലേക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് ഈ ഒരു പാസേജ് ഉണ്ട്. ഗേറ്റിൽ നിന്ന് റോഡിൽ നിന്ന് നേരെ ഇങ്ങോട്ടാണ് കയറുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു എന്തെങ്കിലും ടണലിങ്ങോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു എൻട്രൻസ് സ്റ്റോപ്സ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ മാക്സിമം സ്റ്റെപ്പിൻ്റെ ഇവിടെ നിന്ന് 10 to 15 ഫീറ്റ് നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. അതിനപ്പുറത്തോടെ നമുക്കൊരു ലോങ് പാസേജ് എന്നുള്ള രീതിയിൽ ഇവിടെ കൊടുക്കാൻ പറ്റത്തില്ല. കാര്യം ഒത്തിരി കൊടുത്ത് കഴിഞ്ഞ് 2 സൈഡിലോട്ട് വണ്ടികൾക്ക് പോകാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അത് നമുക്ക് ബ്ലോക്ക് ആവും. അപ്പോൾ ഇവിടെ നമുക്ക് എൻട്രൻസ് കാര്യങ്ങൾ എന്തെങ്കിലും കൊടുത്തിട്ട് ഈ ഗ്ലാസ് ഡോറിൻ്റെ അവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡെക്കോർ കൊടുക്കാം. പിന്നെ ബാക്കി നമുക്കിനി അകത്തോട്ടായിരിക്കും പോകുന്നത്. നമുക്കിനി അകത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കിയിട്ട് വരാം. ഇവിടെ ആയിരിക്കും നമ്മുടെ ഒരു ലോബി എന്നുള്ള രീതിയിൽ വരുന്നത്. അത്യാവശ്യം ഇവിടെ ലോബിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഇതിൽ ഹോട്ടൽ റൂംസ് പോലെയുള്ള റിസോർട്ട് പോലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അത്യാവശ്യം നന്നായിട്ട് ഇൻറ്റീരിയർ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ഹിന്ദു വെഡ്ഡിങ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെൻറ്ററിലൊക്കെ ആയിട്ട് നമുക്ക് ഗണപതി ഡെക്കോസ് നമുക്ക് കൊടുക്കാം. അതുപോലൊക്കെ വേറെ ഏതെങ്കിലും ക്രിസ്ത്യൻ വെഡ്ഡിങ്സോ കാര്യങ്ങളോ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വെൽക്കം ഫോട്ടോ ബൂത്ത് നമുക്ക് കൊടുക്കാൻ ഒരു സ്പേസ് ഉണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ വെൽക്കം ബോർഡ് കൊടുക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു എൻട്രൻസോ അങ്ങനെ എന്തെങ്കിലും ഡെക്കോർ അറേഞ്ച്മെൻറ്റ്സോ അല്ല ഒരു വെൽക്കം ഡെക്കോർ എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു ലോബി ഏരിയയാണ്. ഇവിടുന്ന് പിന്നെ അകത്തോട്ടാണ് ഹാള് വരുന്നത്. ഇതിനകത്ത് അറൗണ്ട് ഒരു 1500 സീറ്റിംഗ് കപ്പാസിറ്റി എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പിന്നെ നമുക്ക് താഴെയും മുകളിലുമായിട്ട് ഒരു 1500 പേർക്ക് ഇരിക്കാൻ പറ്റും. താഴെ ഒരു 1200-1300 പേർക്ക്. മുകളിൽ ഒരു ചെറിയ ബാൽക്കണി ഉണ്ട്. ബാൽക്കണിയിൽ ഒരു 250 പേർക്കും എന്നുള്ള രീതിയിൽ ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഇവിടെ ഇപ്പോൾ ചെറിയൊരു മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ വന്നപ്പം അതിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല വെട്ടിലാണ് നമ്മുടെ ഹാള് കിടക്കുന്നത്. അറൗണ്ട് നല്ലൊരു സാധാരണ ഹാള് നേരെ ആയിരിക്കുമല്ലോ കിടക്കുന്നത്. ഇതൊരു തിയേറ്റർ സ്റ്റൈലിൽ നമുക്ക് ഒരു എന്താ പറയുക, ഒരു ഓഡിറ്റോറിയം സൈസിൽ നമുക്കില്ല റാ പോലെ കാണാൻ നമുക്കിവിടെ സീറ്റിംഗ് നമുക്ക് ഇടാൻ പറ്റുക. ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നീളം വളരെ കുറവാണ്. പക്ഷേ നമുക്കൊരു ഓഡിറ്റോറിയം രീതിയിലായിരിക്കും ഇടാൻ പറ്റുക. ഇനി സ്റ്റേജിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പത്തനംതിട്ടയിലെ ഏറ്റവും വലിയൊരു സ്റ്റേജാണിത്. ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്ക് അറൗണ്ട് ഒരു 80 ഫീറ്റോളമാണ് സ്റ്റേജിൻ്റെ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത്. സ്റ്റേജിൻ്റെ ഒരു ഡയമെൻഷനൂടെ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് സ്റ്റേജിൻ്റെ വീതി വന്നിട്ട് അറൗണ്ട് 30 ഫീറ്റ് വന്നിട്ട് വരുന്നുണ്ട്. അതുപോലെ സ്കേർട്ടിംഗ് ഹൈറ്റ് വന്നിട്ട് ഒരു 3.5 അടിയോളം സ്കേർട്ടിംഗ് ഹൈറ്റ് വരുന്നുണ്ട്. സ്റ്റേജിനകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ സ്റ്റേജിനകത്തുള്ള ഒരു സൈസും അറൗണ്ട് 80 ഫീറ്റോളമാണ് വരുന്നത്. നല്ലൊരു ഭയങ്കര വലുപ്പത്തിലാണ് സ്റ്റേജ് വന്നിരിക്കുന്നത്. 84 ഫീറ്റാണ് സ്റ്റേജ് കേട്ടോ. 80 അല്ല 84. അറൗണ്ട് ഈ പില്ലർ മുതൽ ആ പില്ലർ വരെ 80 കിട്ടും. ഒരു ഹൈറ്റ് വന്നിട്ട് അറൗണ്ട് ഒരു 20 ഫീറ്റോളം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അത്യാവശ്യം വലിയ ഡെക്കേഴ്സൊക്കെ നമുക്ക് നല്ല സെറ്റുകളൊക്കെ നമുക്കിവിടെ സൂപ്പറായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഈ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ നമുക്കൊരു ഡാൻസ് ഫ്ലോറോ കാര്യങ്ങളോ എന്ത് വിടാനുള്ള സ്ഥലം വേണമെന്നുണ്ടെങ്കിലും ഇവിടെ ആവശ്യത്തിലുണ്ട്. ഇവർ ഓൾറെഡി ഇവിടെ LED ബോളും കാര്യങ്ങളൊക്കെ ഇവർ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പം അറൗണ്ട് ജനുവരിയിലേക്ക് തന്നെ ബാക്കി LED ബോൾ കാര്യങ്ങളുടെ സൈഡ് സെറ്റ് ചെയ്യും. അതിനുള്ള സ്കോപ്പൊക്കെ അവരോട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് താഴെയാണ്. ഇവിടെ ഒരു ഹിന്ദു വെഡ്ഡിംഗ് ആണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ സദ്യ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് താഴത്തെ ഹാളിൽ വേണം കൊടുക്കാൻ. അപ്പം താഴത്തെ ഹാളും കൂടെ നമുക്കൊന്ന് കാണാം. അവിടെ അറൗണ്ട് ഒരു 600 സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്യാവശ്യം റിസപ്ഷൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ താഴെ നടത്താനുള്ള സ്ഥലമുണ്ട്. ചെറിയ സ്റ്റേജാണ് അവിടെ. പക്ഷേ ഇതിപ്പം ഞാൻ പറയാം 80 ഫീറ്റാണ് സ്റ്റേജ്. താഴെ ആകുമ്പോഴത്തേക്ക് അറൗണ്ട് ഒരു 24 ഫീറ്റിന് ഡയസ് കണ്ടാണ് കിടക്കുന്നത്. സ്റ്റേജ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും അവിടെ. പിന്നെ 2 സൈഡിലായിട്ടാണ് നമ്മുടെ ഗ്രീൻ റൂം വരുന്നത്. ബാക്കി ഓവറോൾ ആംബിയൻസ് പൊളിയാണ് ഇതിനകത്ത്. ഇത്
ഏദൻ പാർക്കിൻ്റെ താഴത്തെ ബേസ്മെൻറ്റിലുള്ള ഹോളാണ്. ഈ ഹിന്ദു വെഡ്ഡിങ്ങിന് വരുമ്പോഴത്തേക്ക് സദ്യ കൊടുക്കുന്ന ഹോളാണ് താഴെ. അതേ സമയത്ത് അതൊരു റിസപ്ഷനോ അല്ലെങ്കിൽ ഒരു 300 പേരോ 400 പേരുടെ ചെറിയൊരു വെഡ്ഡിങ് എൻഗേജ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും താഴെയായിട്ട് നമുക്ക് നടത്താനും പറ്റും. അപ്പോൾ അതിന് ഒരു സെപ്പറേറ്റ് എൻട്രൻസ് ഉണ്ട്. ഇതിൻ്റെ സൈഡിൽ കൂടെയാണ് എൻട്രൻസ് വരുന്നത്. മുമ്പ് നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ നേരെ റോഡിൻ്റെ ഫ്രണ്ടിൽ കൂടെ, ഇതിൻ്റെ സൈഡിൽ കൂടെ വരുന്നൊരു എൻട്രൻസ് ആണ്. അപ്പോൾ ഈ എൻട്രൻസ് നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ അകത്തോട്ട് കയറാം. മുമ്പ് പറഞ്ഞ പോലെ തന്നെ ലോബി ഏരിയ ഉണ്ട്. ഇതാണ് നമ്മുടെ ഹോള് വരുന്നത്. ഹോളിനകത്തോട്ട് കയറുകയാണ്. അപ്പോൾ മുകളിലത്തെ ഹോളിൽ നിന്ന് താഴോട്ട് നടന്നു വരുന്ന വഴി ഇതാണ്. ആ സ്റ്റേജിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഒരു ഡോറുണ്ട്. ആ ഡോർ നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങി കഴിഞ്ഞാൽ ഈ സൈഡിലായിട്ട് വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഹോളിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മോളത്തെ പോലെ തന്നെ ഹൈറ്റ് ഒരു 12 ഫീറ്റ് ഹൈറ്റ് കാണത്തുള്ളൂ. 10 to 12 ഫീറ്റ് ആയിരിക്കും ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. പക്ഷേ അത്യാവശ്യം നമുക്കൊരു ചെറിയൊരു പ്രോഗ്രാം നടത്താനുള്ള സ്ഥലം ഇവിടെ നന്നായിട്ടുണ്ട്. ഒരു എൻഗേജ്മെൻറ്റോ അല്ലെങ്കിൽ ചെറിയൊരു കല്യാണമോ അല്ലെങ്കിൽ മുകളിലെ കല്യാണത്തിൻ്റെ ഫുഡ് എന്നുള്ള രീതിയിൽ നമുക്ക് താഴെ കൊടുക്കാനുള്ള സ്ഥലം നമുക്കുണ്ട്. അതുപോലെ 2 സൈഡിലായിട്ട് നമുക്ക് ഫുഡ് കൗണ്ടേഴ്സ് വെക്കാനുള്ള സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. കിച്ചണുണ്ട് സൈഡിൽ തന്നെ. അത്യാവശ്യം ഇവിടെ ഷാൻലിയേഴ്സൊക്കെ ഇട്ട് നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇതാണ് ഇവിടെ സ്റ്റേജ് വരുന്നത്. അപ്പം ഇവിടെ നിലവിലുള്ള ഡയസ് എന്ന് പറയുന്നത് അറൗണ്ട് ഒരു എനിക്ക് തോന്നുന്നു ഒരു 12 അടി എന്നുള്ള രീതിയിൽ വീതി വരുന്നുണ്ട്. ഒരു 1.5 അടി സ്കേർട്ടിങ് ഹൈറ്റ് പ്ലാറ്റ്ഫോം വരുന്നുണ്ട്. അറൗണ്ട് ഒരു 24 ഫീറ്റോളം സ്റ്റേജിന് സൈസും വരുന്നുണ്ട്. നിലവിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റേജ് തന്നെ യൂസ് ചെയ്ത് നമുക്ക് വേണം ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് വേറെ പ്ലാറ്റ്ഫോം ഇട്ടുകൊണ്ട് വലിയ സ്റ്റേജൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്ലാറ്റ്ഫോം ഇട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ഹോളാണ് ഇവിടെ. വാഷ് ഏരിയ ഒക്കെ ശരിക്കും എയർപോർട്ടിലെ ഹോട്ടലിലൊക്കെ പോലൊക്കെ ഇവിടെ ചെയ്ത് വെച്ചേക്കുന്നത്. സൈഡിലൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഏരിയസൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയും അപ്പുറത്തെ സൈഡിലായിട്ടൊക്കെ, താഴത്തെ ഫ്ലോറിലെ 2 സൈഡിലായിട്ടൊക്കെ ഉണ്ട്. ഇതിൻ്റെ മേളിൽ നിന്ന് ഈ സ്റ്റെപ്പ് ഇറങ്ങി നേരെ നമ്മൾ ഇതിനകത്തോട്ട് വരുന്ന ഈ സദ്യാലയത്തിലോട്ടാണ്. സദ്യാലയത്തിലോട്ട് നമ്മൾ നല്ല റിസപ്ഷൻ. നമ്മൾ പറയുമ്പം സദ്യാലയം എന്ന് പറയുന്നുണ്ടെങ്കിലും ഓരോ കല്യാണത്തിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് ഹോൾ മാറിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് സദ്യാലയം എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു രീതിയിലേക്ക് പോകണ്ട. ഈ ഒരു ഹോളിനെ നമ്മൾ പിന്നെ റിസപ്ഷൻ കാര്യങ്ങളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ പാസൊക്കെ പൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മൾ ഹോട്ടലൊക്കെ നടക്കുന്നൊരവസ്ഥയാണ് ഇവിടെ. ബാക്കി പിന്നെ ഇതിനകത്തോട്ട് ഇത് ഇവരുടെ ഒരു ചെറിയ ഹോളാണ്. ഒരു 50 to 70, 100 പേർക്കൊക്കെയുള്ള ചെറിയ ഇപ്പം ബർത്ത്ഡേ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, പിന്നെ വല്ല ചെറിയ ബാപ്റ്റിസംസ് ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് നടത്താനുള്ള മാക്സിമം ചില ഗെറ്റ് ടുഗദേഴ്സൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നടത്താം. ക്ലബ്ബുകളുടെ മീറ്റിങ്ങുകൾ. അപ്പം അറൗണ്ട് ഒരു 50-100 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട്. ഇതും ഇതിനകത്തുള്ള ഒരു അഡ്വാൻറ്റേജാണ്. അത്യാവശ്യം ഇവിടെ നമുക്കൊരു ഓപ്പൺ ഏരിയ പ്രോഗ്രാമിനൊക്കെ ലൈറ്റപ്പ് ഒക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിലും കുറേ ഏരിയ ഉണ്ട് ഇവിടെ. പിന്നെ ഇതിൻ്റെ പാർക്കിംഗ് ഏരിയ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ബാക്ക് സൈഡിലാണ്. ഈ ഫ്രണ്ട് സൈഡിൽ നമുക്ക് പാർക്കിംഗ് ഏരിയ വണ്ടി കൊടുക്കാൻ പറ്റും. ഈ ബിൽഡിങ്ങിന് 2 സൈഡിലായിട്ട് കൊടുക്കാൻ പറ്റും. അതല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക് വശത്തൊക്കെ ആയിട്ടാണ് പാർക്കിംഗ് ഏരിയ ഉള്ളത്. അപ്പം നമ്മുടെ ഏദൻ ഗാർഡൻ കൺവെൻഷൻ സെൻ്ററിലാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു 10 റൂം കൂടി ഒരു പണിയുന്നുണ്ട്. അപ്പോൾ ജനുവരി മുതലേക്കാണ് ഇവിടെ റെഡി ആവുമെന്ന് പറയുന്നത്. കുറച്ചുകൂടെ മെയിൻ്റെനൻസ് ഒക്കെ ബാക്കിയുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇതുപോലൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള ഓഡിറ്റോറിയങ്ങളുടെ വല്ല റിവ്യൂസോ അല്ലെങ്കിൽ ഇതുപോലെ കണ്ടിട്ടില്ല അതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.